കിനാക്കൂടുമാ മരുപ്പച്ച തേടി തേടി ഉരുകും വേനൽ തീരങ്ങളിൽ. കിനാക്കൂടുമായി മരുപ്പച്ച തേടി തേടി ഉരുകും വേനൽ തീരങ്ങളിൽ. തളരുന്ന നേരം കരുത്തേകുവാൻ പാതയമായി പൊഴിയും ദൈവസ്നേഹത്തിൻ ജീവാമൃതം. ആത്മയുഗത്തിൻ കൃപയായൊഴുകും അൾത്താരയിൽ മുറിഞ്ഞു പകരും. ആത്മയുഗത്തിൻ കൃപയായൊഴുകും വിശ്വസ്നേഹത്തിൻ്റെ അമൃതം. എല്ലാവരെയും മന്നായുടെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മളുടെ കൂടെയുള്ളത് ലെനിയച്ചനാണ്. ലെനിയച്ചൻ ദുബായിലെ സെൻറ്റ് മേരീസ് ഇടവകയുടെ പാരിഷ് പ്രീസ്റ്റാണ്. സെൻറ്റ് മേരീസ് ഇടവകയെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. വിശ്വാസികളുടെ എണ്ണത്തിൻ്റെ കാര്യത്തിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഇടവകയാണ്. 4.5 ലക്ഷത്തോളം വിശ്വാസികളും ഏകദേശം 11ഓളം റീത്തുകളുള്ള ദുബായ് സെൻറ്റ് മേരീസ് പള്ളിയിലെ പാരിഷ് പ്രീസ്റ്റായ ലെനിയച്ചൻ അച്ഛൻ്റെ ഈ ഇടവകയിലെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ദൈവപരിപാലനയെക്കുറിച്ചുമെല്ലാം നമ്മളോട് സംസാരിക്കാൻ പോവുകയാണ്. ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം എല്ലാവരെയും മന്നായുടെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അച്ഛാ, ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. വളരെ സന്തോഷമുണ്ട് മന്നായുടെ ഈ പ്രോഗ്രാമിൽ വീണ്ടും പ്രത്യക്ഷപ്പെടാനായിട്ട്. എൻ്റെ മുമ്പിലിരിക്കുന്ന താങ്കളോടും ഇത് വീക്ഷിക്കുന്ന എല്ലാവരോടും ഞാൻ സ്നേഹപൂർവ്വം ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ആശംസിക്കുന്നു. അച്ഛാ, ദുബായ് സെൻറ്റ് മേരീസ് ഇടവകയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പുറത്തുനിന്ന് നോക്കുന്ന ഏതൊരാൾക്കും ഇതൊരു അത്ഭുതമാണ്. കാരണം 4.5 ലക്ഷത്തോളം കത്തോലിക്ക വിശ്വാസികൾ, അത് 90 രാജ്യങ്ങളിൽ നിന്നുള്ള എന്ന് പറയുമ്പോൾ നമുക്കറിയാം പല സംസ്കാരങ്ങളിൽ ജനിച്ചു വളർന്ന വിശ്വാസികൾ, 11 റീത്തുകൾ. പക്ഷേ ഇങ്ങനെയൊക്കെ കോംപ്ലിക്കേഷൻസ് പുറമേ നിന്ന് നോക്കുമ്പോൾ ഉണ്ടെങ്കിലും എല്ലാം വളരെ സ്മൂത്തായിട്ടാണ് കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത് ദുബായ് സെൻറ്റ് മേരീസ് ചർച്ചിൽ. ഇതിൻ്റെ പിന്നിലുള്ള ദൈവ പരിപാലനയെക്കുറിച്ച് ഒന്ന് അച്ഛൻ പങ്കുവയ്ക്കാമോ? അത് തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ പരിപാലന തന്നെയാണ്. ദുബായ് സെൻറ്റ് മേരീസിലെ വികാരിയാകാൻ പറ്റുമോ എന്ന് ബിഷപ്പ് എന്നോട് ചോദിച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു ആളിക്കത്തലായിരുന്നു. എങ്ങനെ ഞാൻ ഇത് മാനേജ് ചെയ്യും? ദുബായ് സെൻറ്റ് മേരീസിനെ കുറിച്ച് എനിക്കറിയാമായിരുന്നു. കാരണം ഞാൻ അബുദാബിയിൽ 4 വർഷത്തോളം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നിയതാണ്, എന്നെ നീന്തലറിയാൻ പാടില്ലാത്ത എന്നെ ഒരു സമുദ്രത്തിലേക്ക് വലിച്ചെറിയുന്നു എന്നുള്ളൊരു തോന്നലാണ് ആദ്യം ഉണ്ടായത്. എങ്ങനെ ഇത് ചെയ്യുമെന്നുള്ളത്. പക്ഷേ എൻ്റെ സ്വഭാവം അനുസരിച്ച് ഞാനങ്ങനെ പിന്മാറുന്ന കൂട്ടത്തിലല്ല. ഒരു വെല്ലുവിളി വന്നു കഴിഞ്ഞാൽ തോറ്റെങ്കിൽ തോറ്റ്, അത് നേരിട്ടിട്ടുള്ള കാര്യം എന്നുള്ള രീതിയിൽ ഞാൻ അതിനെ ഏറ്റെടുക്കുകയായിരുന്നു. ഏറ്റെടുത്ത് കഴിയുമ്പോഴാണ് ഇതിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് മനസ്സിലാവുന്നത്. ഇത് അത്ര എളുപ്പം കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇപ്പോൾ ഇത്രയധികം ഭാഷകൾ, ഇത്രയധികം സംസ്കാരങ്ങൾ, ഇത്രയധികം റീത്തുകൾ, ഇത്രയധികം ജനങ്ങൾ,
എത്ര ജനങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ, അത്രയ്ക്കും അതിന് എണ്ണമില്ലാത്ത അത്രയും ജനങ്ങൾ എന്ന് ദുബായിയെക്കുറിച്ച് പറയാൻ പറ്റുകയുള്ളൂ. അങ്ങനെയുള്ള ഒരു സംവിധാനത്തിൽ പ്രവർത്തിക്കുക എന്നുള്ളത് വളരെ ശ്രമകരമായ ഒന്നാണ്, വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒന്നാണ് എനിക്ക് തോന്നി. പക്ഷേ എൻ്റെ തോന്നലുകളെല്ലാം അസ്ഥാനത്താണ് എനിക്ക് പിന്നീട് മനസ്സിലായി. എൻ്റെ കഴിവുകളുണ്ടല്ല. ഒന്നാമതായിട്ട് ദൈവത്തിൻ്റെ പരിപാലന. ദൈവം കൂടെ ഉണ്ടെങ്കിൽ ഇതെല്ലാം നടക്കും. ദൈവം വിചാരിച്ചാൽ നടക്കാത്ത കാര്യങ്ങളില്ല എന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കുണ്ടായിരുന്നു. രണ്ടാമതായിട്ട് ഈ ദുബായിലുള്ള കത്തോലിക്കരുടെ വിശ്വാസം, അവരുടെ വിശ്വാസ തീക്ഷ്ണത, അതാണ് എന്നെ ഏറ്റവും അധികം ആകർഷിച്ചത്. അവരുടെ വിശ്വാസ തീക്ഷ്ണത. ഈ വിശ്വസിക്കുന്ന ഒരു ജനം ഒരിക്കലും നമ്മെ തെറ്റായ രീതിയിൽ നയിക്കുകയല്ല. അവർ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. കാരണം ദൈവവിശ്വാസികളാണ്. സഭയിൽ മറ്റ് തരത്തിലുള്ള പ്രിവിലേജസിന് വേണ്ടി വരുന്നവരല്ല, ദൈവത്തിലുള്ള വിശ്വാസം കൊണ്ട് വരുന്നവരാണ് എന്നെനിക്ക് തുടക്കത്തിൽ മനസ്സിലായി. ദുബായിലുള്ള ജനത്തിൻ്റെ ജീവിതം ഒരു ത്രികോണ ജീവിതമാണ്. വീട്, അവരുടെ ഫ്ലാറ്റിൽ നിന്ന് ജോലി സ്ഥലത്തേക്ക്, ജോലി സ്ഥലത്ത് നിന്ന് പള്ളിയിലേക്ക്, പള്ളിയിൽ നിന്ന് വീണ്ടും വീട്ടിലേക്ക്. ഇതാണ് അവരുടെ ജീവിതം, പൊതുവായിട്ടുള്ള ജീവിതം ഇതാണ്. അങ്ങനെ ജീവിക്കുന്ന വ്യക്തികൾ തീർച്ചയായിട്ടും എൻ്റെ കൂടെ ഉണ്ടായിരിക്കും. അവർ മാറി നിന്ന് വിമർശിക്കുന്നവരായിരിക്കില്ല എന്നുള്ള ഒരു ആത്മവിശ്വാസം തുടക്കത്തിൽ എനിക്കുണ്ടായി. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഇവരെല്ലാവരും ദൈവത്തിന് വേണ്ടി നിലകൊള്ളുന്നവരാണ്. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നവരല്ല, ദൈവത്തിന് വേണ്ടി നിലകൊള്ളുന്നവരാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർ, ദൈവത്തിൻ്റെ സഭയെ സ്നേഹിക്കുന്നവർ. അതുകൊണ്ട് ആ സഭയെ എങ്ങനെ സേവിക്കാം എന്നുള്ളതാണ് ഇവരുടെ ചിന്ത എന്നെനിക്ക് വളരെ തീർത്തും മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ പോകുന്നു എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആത്മായ നേതൃത്വം അത്ര ശക്തമാണ്. ആ ആത്മായ നേതൃത്വത്തിന് ഒരു കാര്യം ഏൽപ്പിച്ചു കൊടുത്താൽ അവർ ചെയ്തിരിക്കും. ഞാനെപ്പോഴും പറയുന്നൊരു ഉദാഹരണമാണ് ദുബായ് മെട്രോ. ദുബായ് മെട്രോ അനുഭവിച്ചുള്ളവർക്ക് അതിന് ഡ്രൈവറില്ല. മെട്രോ വരുന്നു, നിൽക്കുന്നു, പോകുന്നു. എങ്ങനെ പോകുന്നു ആർക്കും അറിഞ്ഞുകൂടാ. അപ്പോൾ ആ രീതിയിലാണ് ദുബായ് പാരിഷ് നടന്നു പോകുന്നത്. ദുബായ് പാരിഷ് പ്രീസ്റ്റിനെ നിങ്ങൾ കാണുകയില്ല. പാരിഷ് പ്രീസ്റ്റ് എപ്പോഴും പാരിഷ് പ്രീസ്റ്റിൻ്റെ ഓഫീസിലാണ്. ഇതെല്ലാം ആത്മായ നേതൃത്വമാണ് കാര്യങ്ങൾ നടത്തിക്കുന്നത്. നമുക്ക് വലിയൊരു പാരിഷ് കൗൺസിലുണ്ട്, കമ്മ്യൂണിറ്റികളുണ്ട്, പല ഭാഷയിലും റീത്തിലുമുള്ള കമ്മ്യൂണിറ്റികളുണ്ട്. അവർക്ക് അവരുടേതായിട്ടുള്ള സംവിധാനങ്ങളുണ്ട്. ഇവിടെയെല്ലാം എല്ലാവർക്കും ഓരോ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ 100% ആത്മാർത്ഥതയോടുകൂടി അത് നടത്തിയിരിക്കും. എല്ലാം എൻ്റെ തലയിലൂടെ പോകണം എന്ന് പറഞ്ഞു കഴിയുമ്പോഴാണ് നമുക്ക് പ്രശ്നം ഉണ്ടാകുന്നത്. ഇത് എന്നേക്കാൾ നന്നായിട്ട് ചെയ്യാൻ കഴിവുള്ള ആളുകൾ ഇവിടെയുണ്ട്. അവരോട് കാര്യങ്ങൾ പറയുക, എന്ന കാര്യം ചെയ്യണം, അതിന് എന്താ പോം വഴി എന്ന് പറയുമ്പോൾ നമുക്ക് ആശയങ്ങൾ കിട്ടുന്നു. അവർ പറയുന്നതിനെ അംഗീകരിച്ചു കൊടുത്താൽ അവർ ചെയ്തിരിക്കും. ഇതാണ് ദുബായ് സെൻറ്റ് മേരിയിൽ സംഭവിക്കുന്നത്. അതിന് വേണ്ടത് ഒരു റിമോട്ട് കൺട്രോൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും എല്ലായിടത്തും ചെന്ന് എല്ലാ കാര്യങ്ങളിലും തലയിട്ട് അത് ചെയ്തോ ഇത് ചെയ്തോ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല, അത് ചെയ്തിരിക്കും. ആ ഒരു ആത്മവിശ്വാസം എനിക്കുണ്ട്. അപ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു നേതൃത്വം, ദൈവത്തിൻ്റെ പരിപാലനയിൽ വിശ്വസിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കുന്നു. അതുകൊണ്ട് തന്നെ ഭാഷകൾക്കതീതമായിട്ട് അവർ ചിന്തിക്കുന്നു. ഒരു കാര്യം വരുമ്പോൾ ദുബായിലെ അംഗങ്ങൾ ഭാഷകൾക്കതീതമായിട്ട് റീത്തുകൾക്കതീതമായിട്ട് അവർ ചിന്തിക്കുന്നു. എവിടെയും കാണുന്നത് പോലെ റീത്തിന് വേണ്ടി ഞാൻ മരിക്കും, യേശുവിന് വേണ്ടി ഞാൻ മരിക്കുകയില്ല എന്നുള്ള ചിന്താഗതിയല്ലത്. യേശുവിന് വേണ്ടി ഞാൻ മരിക്കും. മറ്റു കാര്യങ്ങളെല്ലാം യേശുവിൻ്റെ മുമ്പിൽ അപ്രസക്തമാണ്. യേശുവിന് സാക്ഷി നൽകുന്നതിൽ ആണ് പ്രാധാന്യം കൊടുക്കേണ്ടത്, ഊന്നൽ നൽകേണ്ടത്. മറ്റെല്ലാം ആ യേശുവിൻ്റെ മുമ്പിൽ അപ്രസക്തമാകുന്നു എന്ന് പറയുമ്പോൾ അവ ആവശ്യമില്ല എന്നല്ല, ഇതെല്ലാം ആവശ്യമാണ്. ഇവിടെ എല്ലാ ഭാഷകളും ഉണ്ടാകണം, എല്ലാ റീത്തുകളും വേണം,
എല്ലാ തരത്തിലുള്ള സംസ്കാരങ്ങളും ഇവിടെ വേണം. അതാണ് ദുബായിയുടെ ആ തനിമ, അതിൻ്റെ യുണീക്നെസ് അവിടെയാണ്. ആ യുണീക്നെസ് നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്കെങ്ങനെ ഒരുമിച്ച് പ്രവർത്തിക്കാം, ഒരുമിച്ച് ജീവിക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം, ഒരുമിച്ച് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാം എന്നുള്ള ചിന്താഗതി വരുന്നു. അപ്പോൾ തങ്ങളുടേതായിട്ടുള്ള ആ ഒരു ലെവലിൽ നിന്ന് ഉയർന്ന് ചിന്തിക്കാനായിട്ട് യേശു സാക്ഷികളാണ് നാം എന്നുള്ള ചിന്ത വളരെ നല്ല നിലയിൽ, വേരൂന്നിയ നിലയിൽ ഈ ദുബായ് പള്ളിയിലുണ്ട്. അതാണ് ആ വിജയത്തിൻ്റെ കാരണം എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ ആ പ്രവർത്തനവും ഏകീകരണവും എല്ലാം നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. നമ്മളിന്ന് ജീവിക്കുന്ന കാലഘട്ടത്തിൽ മക്കൾക്ക് വിശ്വാസ പരിശീലനം കൊടുക്കുന്നതിൽ വളരെയധികം അതിന് പ്രാധാന്യം കൊടുക്കുന്ന ആ ഒരു മേഖലയിൽ അല്പം ഒരു പിന്നോക്കം വന്നിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത്. പക്ഷെ നമ്മളിന്ന് ദുബായ് സെൻറ്റ് മേരീസ് പള്ളിയിൽ നോക്കുകയാണെങ്കിൽ പല ഭാഷ, ഇംഗ്ലീഷ്, മലയാളം, അറബിക് ലാംഗ്വേജുകളിലൊക്കെ ആയിട്ട് ഏകദേശം 11,000-ഓളം വിദ്യാർത്ഥികൾ വിശ്വാസ പരിശീലനം നടത്തുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് അച്ഛന് ഇപ്പോൾ നമ്മൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കളോട് എന്താണ് ഒരു ഉപദേശം കൊടുക്കാനുള്ളത്? വിശ്വാസ പരിശീലനത്തിന് ചില വെല്ലുവിളികളുണ്ട്. ആധുനിക ലോകത്തിൽ വിദ്യാർത്ഥികൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ നേടിയെടുക്കാനുമുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ലക്ഷ്യങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. മതപഠനം കൊണ്ട് അവരൊക്കെ ജീവിതത്തിൽ, അവരുടെ സാധാരണ ജീവിതത്തിൽ ഒന്നും നേടിയെടുക്കാൻ സാധിക്കില്ല എന്നുള്ള ഒരു ചിന്തയുണ്ട്. അതുകൊണ്ട് തന്നെ പഠനത്തിൽ, സ്കൂൾ വിദ്യാഭ്യാസത്തിലും കോളേജ് വിദ്യാഭ്യാസം, യൂണിവേഴ്സിറ്റി തലത്തിലുള്ള പ്രാവീണ്യം നേടുക, ഡിഗ്രി നേടുക, അതുവഴി നല്ലൊരു ജോലി സമ്പാദിക്കുക, അങ്ങനെ ഭാവി സുരക്ഷിതമാക്കുക എന്നുള്ള ചിന്തയ്ക്കാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു മുൻതൂക്കം മാതാപിതാക്കൾ പൊതുവായിട്ട് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ മതപഠനവും നടത്തുക എന്നുള്ള ചിന്താഗതിയുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. വിശ്വാസ പരിശീലനം മറ്റെല്ലാ പരിശീലനത്തെ പോലെ പ്രാധാന്യമുള്ളതാണ് എന്ന് മാതാപിതാക്കൾ തീർച്ചയായിട്ടും മനസ്സിലാക്കണം. മറ്റെല്ലാ പരിശീലനങ്ങളും വളരെ നല്ല രീതിയിൽ നേടാൻ സാധിക്കും വിശ്വാസ പരിശീലനം അതിൻ്റെ പൂരകമായിട്ടുണ്ടെങ്കിൽ, ദൈവവിശ്വാസമുണ്ടെങ്കിൽ, ദൈവസ്നേഹമുണ്ടെങ്കിൽ, ദൈവം എന്നുള്ള ഒരു വ്യക്തി മുകളിലുണ്ട് എന്നുള്ള തോന്നലുണ്ടെങ്കിൽ, സ്വാർത്ഥത വെടിഞ്ഞ പരസ്നേഹ പ്രേരിതരായിട്ട് കുട്ടികൾക്ക് വളർന്നു വരാനും പ്രവർത്തിക്കാനും കൂടുതൽ നല്ല രീതിയിൽ പഠിക്കാനും സാധിക്കും. അപ്പോൾ വിശ്വാസ പരിശീലനം സഭയുടെ തുടക്കം മുതലേ വളരെയധികം പാരമ്പര്യത്തിൽ വളരെ പ്രാധാന്യം കൊടുത്ത ഒന്നാണ്. വിശ്വാസ പരിശീലനം എന്ന് പറഞ്ഞുകൊണ്ട് നാം ഉദ്ദേശിക്കുന്നത് മനുഷ്യൻ്റെ ലക്ഷ്യം ദൈവത്തെ അറിയുക, ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ളതാണ്. അടിസ്ഥാന ഘടകമാണത്. അത് സഭയിൽ ആദ്യം മുതലേ ഉണ്ടായിരുന്നു. ആദിമസഭ മുതൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന കാര്യം ഇതാണ്. യേശു ഭൂമിയിൽ അവതരിച്ചു. ആ ഭൂമിയിൽ അവതരിച്ച് യേശു നമ്മുടെ രക്ഷകനാണ്. ആ രക്ഷകനിലൂടെ നാം ദൈവത്തെ അറിഞ്ഞു. ആ ദൈവത്തിലുള്ള അറിവിനെ കൂടുതൽ ആഴത്തിൽ നാം മനസ്സിലാക്കുക. കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കി കഴിയുമ്പോൾ ദൈവസ്നേഹത്തിൽ നാം വളരുന്നു. ദൈവസ്നേഹത്തിൽ വളരുമ്പോൾ നാം സേവന തൽപരരാകുന്നു. സ്നേഹം പങ്കുവയ്ക്കാനായിട്ടുള്ള താല്പര്യം നമുക്കുണ്ടാകുന്നു. അപ്പോൾ ആ സ്നേഹം പങ്കുവയ്ക്കുമ്പോഴാണ് നമ്മുടെ എല്ലാ കഴിവുകളും അതിൻ്റെ പൂർണ്ണതയിൽ വികസിക്കുന്നത്. എല്ലാം എനിക്ക് വേണ്ടി എന്ന് പറഞ്ഞ് സ്വാർത്ഥപരമായിട്ട് വെച്ചുകൊണ്ടിരുന്നാൽ അത് അവസാനം നമ്മുടെ കൈവിട്ടു പോയി കഴിയുമ്പോൾ നമുക്ക് നിരാശയാകും. അപ്പോൾ ആ സേവന തൽപരത വരുന്ന ഇതിൽ നിന്നാണ്. ദൈവത്തെ അറിയുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നു, ആ സ്നേഹം പൂർണ്ണമായിട്ട് മനസ്സിലാക്കി അതിനെ പങ്കുവയ്ക്കുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഈ വിശ്വാസ പരിശീലനം സഭ തുടക്കം മുതലേ ചെയ്തു വച്ചിട്ടുള്ളത്. ആദ്യം മുതലേ അപ്പോസ്തലന്മാരും അവരുടെ ശിഷ്യന്മാരും പിന്നീട് സഭാപിതാക്കൾക്ക് ശേഷം പലതരത്തിലുള്ള കൗൺസിലുകൾ, സൂനകദോസുകൾ സഭയിലുണ്ടായി. ഇതെല്ലാം സഭാ നവീകരണത്തിൻ്റെ ഭാഗങ്ങളാണ്. സഭയെ കാലഘട്ടത്തിനനുസരിച്ച് നവീകരിച്ചുകൊണ്ടിരിക്കുക, അതാണ് കൗൺസിലുകളുടെ ലക്ഷ്യം. ആ കൗൺസിലുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മധ്യശതകത്തിൽ നടന്ന കൗൺസിൽ ഓഫ് ട്രെൻറ്റ്.
ട്രിഡൻഡൈൻ കൗൺസിൽ എന്ന് പറയുന്നു. അവിടെയാണ് വിശ്വാസ പരിശീലനം ക്രോഡീകരിക്കപ്പെട്ടത്. അതൊരു നല്ല രീതിയിൽ ക്രോഡീകരിച്ച് അത് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ചോദ്യോത്തര രീതിയിലൊക്കെ അതിനെ ക്രോഡീകരിച്ച് ഒരു സംഹിതയാക്കിയിട്ട്, വിശ്വാസ സംഹിതയാക്കിയിട്ട് സഭയ്ക്ക് നൽകപ്പെട്ടത് ഈ കൗൺസിൽ ഓഫ് ട്രെൻഡിലാണ്. മധ്യശതകത്തിൽ പ്രൊട്ടസ്റ്റൻ്റ് റെഫർമേഷൻ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ സഭയിലെ പല സത്യങ്ങളും ചോദ്യം ചെയ്യപ്പെട്ടു. ആ ചോദ്യം ചെയ്യപ്പെട്ടപ്പോൾ കൗണ്ടർ റെഫർമേഷൻ സഭയിലുണ്ടായി. ആ കൗണ്ടർ റെഫർമേഷൻ്റെ ഒരു സമറിയാണ് കൗൺസിൽ ഓഫ് ട്രെൻഡ്. അവിടെ നിന്നാണ് ഈ ഇന്ന് നാം കാണുന്ന രീതിയിലുള്ള കാറ്റക്കിസം ഉടലെടുക്കുന്നത്. അതിനുശേഷം പലതരത്തിൽ പല കൗൺസിലുകളുണ്ടായി. പിന്നീട് വന്ന ഏറ്റവും പ്രധാനപ്പെട്ടാണ് രണ്ടാം വത്തിക്കാൻ സുനോദോസ്. രണ്ടാം വത്തിക്കാൻ സുനോദോസ് ആധുനികമായ രീതിയിൽ ജോൺ 23 മാർപ്പാപ്പ പറഞ്ഞ സഭാ വാതിലുകൾ, ജനലുകൾ തുറന്നിടണം, ഒരുപാട് ശുദ്ധവായു അകത്തേക്ക് കിടക്കാനുണ്ട്, ഇത് പൂട്ടിയിടേണ്ട സഭയല്ല. ലോകത്തിലെ വ്യതിയാനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഫ്രഞ്ച് വിപ്ലവം ഉണ്ടായി, റഷ്യൻ വിപ്ലവം ഉണ്ടായി, 2 ലോകമഹായുദ്ധങ്ങളുണ്ടായി, പിന്നെ പലതരത്തിലുള്ള തത്വസംഹിതകളും ഫിലോസഫികളും ഒക്കെ ഈ ലോകത്തുണ്ടായി. അത് ലോകത്തിലിങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദൈവനിഷേധത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ലോകത്തെ മനസ്സിലാക്കിക്കൊണ്ട് ലോകത്തിന് വിശ്വാസത്തിൻ്റെ ഒരംശം പകർന്നു കൊടുക്കണമെന്നുള്ള ചിന്തയിലാണ് രണ്ടാം വത്തിക്കാൻ സുനോദോസ് ആരംഭിക്കുന്നത്. രണ്ടാം വത്തിക്കാൻ സുനോദോസിൻ്റെ പഠനങ്ങളെ ആസ്പദമാക്കിക്കൊണ്ടാണ് ജോൺ പോൾ രണ്ടാമൻ, പ്രഗത്ഭനായ മാർപ്പാപ്പ, 27 വർഷം സഭയെ ഭരിച്ച അദ്ദേഹമാണ് ഇപ്പോഴത്തെ കാറ്റക്കിസം ഓഫ് ദ കാത്തലിക് ചർച്ച് എന്ന് പറയുന്ന പുതിയ ഒരു കാറ്റക്കിസത്തിന് രൂപം കൊടുക്കാനായിട്ട് ഉള്ള ഇനീഷ്യേറ്റീവ് എടുത്തത്. അതനുസരിച്ചാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നീട് വരുന്ന അതിനുശേഷം സഭയിൽ മെത്രാന്മാരുടെ സിനഡ് എന്ന് പറയുന്ന ഒരു സംവിധാനം പോൾ 6 മാർപ്പാപ്പ തുടങ്ങിയതാണ്. സിനഡുണ്ട്. അതെല്ലാം മാർപ്പാപ്പയെ ഉപദേശിക്കുന്ന ഒരു കൂട്ടായ്മയാണ്, മെത്രാന്മാരുടെ കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മയിലൂടെ എപ്പോഴും സഭയിൽ നവീകരണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ആ നവീകരണം ജനങ്ങളിൽ എത്തിക്കുക, ഇതാണ് വിശ്വാസ പരിശീലനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സഭയുടെ തുടക്കം മുതൽ ഇന്ന് വരെ ഒരു തുടർച്ചയായ പാരമ്പര്യം വിശ്വാസ പരിശീലനത്തിലൂടെ മക്കൾക്ക് ലഭിക്കുന്നു എന്ന് മാതാപിതാക്കൾ മനസ്സിലാക്കണം. ഇത് കുറച്ച് പ്രാർത്ഥന പഠിക്കുകയോ കുറച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിക്കുകയോ അല്ല. അതൊരു ജീവിതശൈലിയാണ്. ഒരു ജീവിതശൈലി ക്രിസ്തുവിൽ ആരംഭിച്ച ഇന്ന് വരെയുള്ള ആ പാരമ്പര്യം പകർന്നു കൊടുക്കലാണ്. അപ്പോൾ ആ പകർന്നു കൊടുക്കൽ എന്നുള്ളത് യേശു തന്നെ ആരംഭിച്ചതാണ്. നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രഘോഷിക്കുക എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങളെ പഠിപ്പിച്ച് നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുക. ഇങ്ങനെ കൊടുത്തുകൊണ്ട് കൈമാറ്റം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഈ വിശ്വാസ പരിശീലനം. അപ്പോൾ മാതാപിതാക്കൾ അതിൻ്റെ ഈ അടിസ്ഥാനം മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുകയുള്ളൂ. ഏതാനും വിശ്വാസ സത്യങ്ങൾ മനഃപാഠമാക്കുന്നതിലല്ല, വിശ്വാസ പ്രമാണം കാണാതെ പഠിക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല. അതെന്താണത് എന്ന് അറിഞ്ഞിരിക്കണം. എൻ്റെ ജീവിതത്തിൽ ഇതിലൂടെ കിട്ടുന്ന മഹാത്മ്യം എന്താണ് എന്ന് അറിയാനായിട്ടുള്ള ഒരു പരിശീലനം. അപ്പോൾ അത് മാതാപിതാക്കൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഇതിന് ഊന്നൽ നൽകാൻ സാധിക്കൂ. ഇന്ന് ലോകത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സഭയുടെ വിശ്വാസ മുന്നേറ്റത്തിൽ യുവാക്കളുടെ പങ്ക് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. ദുബായ് സെൻറ്റ് മേരീസ് ചർച്ചിൻ്റെ വിശ്വാസ മുന്നേറ്റത്തിൽ യുവാക്കളുടെ പങ്കിനെക്കുറിച്ച്, അവരുടെ ആക്റ്റീവ് പാർട്ടിസിപ്പേഷനെക്കുറിച്ച് അച്ഛനൊന്ന് വിശദീകരിക്കാമോ? യുവാക്കൾ വളരെ വളരെ ആക്റ്റീവായിട്ട് ദുബായ് പള്ളിയിലെ കാര്യങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. നമുക്ക് പല സംഘടനകളുണ്ട്. ഓരോ റീത്തിനും ഓരോ സംഘടന, ഓരോ ഭാഷയ്ക്കും ഓരോ യുവ സംഘടനയുണ്ട്. ഇതിനെല്ലാം സ്വരൂപിച്ചുകൊണ്ട് യാം എന്ന പേരിൽ ഒരു സംഘടനയുണ്ട്. അതാണ് ഇതിനെല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് ദുബായ് സെൻറ്റ് മേരീസിൻ്റെ മുഖമുദ്രയായിട്ട് നിൽക്കുന്നത്. യങ് അഡൾട്ട്സ് മിനിസ്ട്രി, അതാണ് യങ് അഡൾട്ട്സ് മിനിസ്ട്രി. അപ്പോൾ ആ യങ് അഡൾട്ട്സ് മിനിസ്ട്രി വളരെ സജീവമായിട്ടുണ്ട് ദുബായ് പള്ളിയിൽ. അവരെല്ലാ മാസവും അവർക്ക് യൂത്ത് മാസമുണ്ട്.
അല്ലാതെ അവർ മാസം മാസം അവരുടേതായിട്ടുള്ള യോഗങ്ങളുണ്ട്, യോഗത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. ഇത് പലതരത്തിലുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ പള്ളിയുടേതായിട്ടുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങൾ സഹകരിക്കുന്നുണ്ട്. അതെല്ലാം ചെയ്ത് അവർ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു യൂത്ത് മിനിസ്ട്രിയാണ് ഇവിടെയുള്ളത്. ആ യൂത്ത് മിനിസ്ട്രി അതിൽ തന്നെ ഒതുങ്ങി നിൽക്കാതെ എപ്പോഴെല്ലാം ഇടവകയ്ക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടോ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടനെ അതിലേക്ക് സഹകരിക്കാനായിട്ട് എത്തുന്നു. അച്ഛാ, ഇന്ന് ലോകം കാണുന്ന ഒരു വലിയ ഒരു പ്രതിസന്ധിയാണ് ബ്രോക്കൺ ഫാമിലീസ്. ഇന്ന് നമ്മുടെ ഇടവകയിലായാലും ലോകത്തെല്ലായിടത്തും ഉള്ള കുടുംബ ബന്ധങ്ങളിലുള്ള വിള്ളലുകൾ, അത് ഭാര്യയും ഭർത്താവിൻ്റെ ഇടയിലാകാം, മക്കളും മാതാപിതാക്കളായിട്ടാകാം, സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളിലുള്ള വിള്ളലുകൾ. ഈ ബ്രോക്കൺ ഫാമിലീസ് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അതിൽ ഇടപെടാനായിട്ട് അല്ലെങ്കിൽ അത് പരിഹരിക്കാനായിട്ട് ദുബായ് സെൻറ്റ് മേരീസ് ചർച്ചിൽ നിന്നുള്ള എന്തെങ്കിലും ഒരു ഇനീഷ്യേറ്റീവിനെ കുറിച്ചൊന്ന് പങ്കുവയ്ക്കും. ദുബായ് സെൻറ്റ് മേരീസിൻ്റെ ഇനീഷ്യേറ്റീവും അതിൻ്റെ ഒരു സംവിധാനവുമാണ് ഫാമിലി മിനിസ്ട്രി. വളരെ ശക്തമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു മിനിസ്ട്രിയാണ് അത്, ഫാമിലി മിനിസ്ട്രി. ആ ഫാമിലി മിനിസ്ട്രിക്ക് ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്. അതിൻ്റെ രണ്ട് പ്രധാനപ്പെട്ട വശങ്ങളാണ്. ഒന്ന് പ്രിവെൻറ്റീവ്, ഈ കുടുംബങ്ങൾ തകരാതിരിക്കാൻ നോക്കുക, എങ്ങനെ അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും, അതാണ് ആദ്യത്തേത്. അതിനു വേണ്ടിയിട്ട് അവരെ അനുധാവനം ചെയ്യുക. അക്കമ്പനി ദ ഫാമിലീസ് എന്ന പരിപാടിയുണ്ട് ഫാമിലി മിനിസ്ട്രിക്ക്. ആരെങ്കിലും വിവാഹിതരായി കഴിഞ്ഞാൽ അവരുടെ കോൺടാക്റ്റ് എടുക്കുക, അവരുടെ ആദ്യ വർഷങ്ങളിൽ അവരെ അനുധാവനം ചെയ്യുക. അനുധാവനം ചെയ്യുക എന്നുള്ള അവരുടെ കാര്യങ്ങളിൽ ഇടപെടാനല്ല, അവരെ പിന്നിൽ നിന്ന് സഹായിക്കുക, അവർക്ക് ശക്തി പകരുക, അവർക്ക് വേണ്ടതായിട്ടുള്ള കൗൺസിലിംഗ് നൽകുക. ആദ്യ കാലഘട്ടങ്ങളിൽ എങ്ങനെ വിവാഹ ജീവിതം സന്തോഷപൂർണ്ണമായിട്ട് സമാധാനപൂർണ്ണമായിട്ട് നയിക്കണം എന്നുള്ള രീതിയിൽ. അപ്പോൾ തകരാതിരിക്കാനായിട്ടുള്ള ഒരു പ്രിവെൻറ്റീവ് മെത്തേഡാണ് ആദ്യമായിട്ട് ചെയ്യുന്നത്. അത് വളരെ നല്ല രീതിയിൽ സെൻറ്റ് മേരീസിൽ അത് ചെയ്യുന്നുണ്ട്. വിവാഹ വാർഷികം ആഘോഷിക്കുക, വിവാഹിതരായവരായിട്ടുള്ളവരുടെ യോഗങ്ങൾ വിളിച്ചു കൂട്ടുക, അവർക്ക് സെമിനാറുകൾ നൽകുക, പല രീതിയിലുള്ള ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള പല ഘടകങ്ങൾ, ആ സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല, സാമ്പത്തിക മേഖലയിൽ സാമൂഹ്യ മേഖലയിൽ ഒക്കെ എങ്ങനെ വ്യാപരിക്കാൻ സാധിക്കും, പരസ്പരം മനസ്സിലാക്കാനും പരസ്പരം അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് എങ്ങനെ പോകാൻ സാധിക്കും. ഓക്കെ, എപ്പോഴും എല്ലാവർക്കും ഐഡിയൽ ഹസ്ബൻഡിനെയും ഐഡിയൽ വൈഫിനെയും കിട്ടുകയില്ല. അങ്ങനെയുള്ള ആളുകൾ ഈ ലോകത്തില്ല, മനസ്സിലായി. ഉള്ളത് നമുക്ക് കിട്ടുന്നത് പച്ചയായിട്ടുള്ള മനുഷ്യരെയാണ്. ആ മനുഷ്യരിലുള്ള കുറവുകൾ കണ്ട് അതിനെ സ്വീകരിക്കുക, അതിലാണ് വിജയം. അപ്പോൾ ഇത് പഠിപ്പിക്കുക എന്നുള്ളതാണ് ഈ പ്രിവെൻറ്റീവ് മെത്തേഡിൻ്റെ പ്രധാന ഉദ്ദേശ്യം. രണ്ടാമതായിട്ട് തെറപ്യൂട്ടിക് എന്ന് പറയും, അത് ചികിത്സിക്കുക. എന്തെങ്കിലും കുഴപ്പമുണ്ടായാൽ അതിനെ ചികിത്സിക്കുക, രോഗമുണ്ടായാൽ ചികിത്സിക്കണം. ഇതുപോലെ കുടുംബത്തിൽ തകർച്ചകൾ ഉണ്ടാകുമ്പോൾ അതിനെ തകരാനായിട്ട് കൂടുതൽ തകർച്ചയിലേക്ക് പോകാൻ അനുവദിക്കാതെ അതിനെ ചികിത്സിക്കുക എന്നുള്ളതാണ്. എല്ലാ വർഷവും പലതരത്തിലുള്ള സെമിനാറുകൾ ആവിഷ്കരിക്കുന്നു. സെമിനാറുകളിൽ ഫാമിലി ലൈഫുമായിട്ട് ബന്ധമുള്ള പ്രഗത്ഭരായിട്ടുള്ള ആളുകളെ കൊണ്ടുവന്ന് ക്ലാസ് എടുക്കുക, മനസ്സിലാക്കുക, അവർക്ക് കൗൺസിലിംഗ് നൽകുക. കൗൺസിലിംഗ് സെൻ്ററുണ്ട് ഇവിടെ, പലരെയും പരിശീലിപ്പിച്ചിട്ടുണ്ട്. പ്രശ്നമുള്ള ദമ്പതികൾ വന്ന് കൗൺസിലിംഗ് നടത്തുക, അവരെ ഒരുമിച്ച് കൊണ്ടുവരിക. മാരേജ് എൻകൗണ്ടർ എന്ന് പറഞ്ഞ പരിപാടിയുണ്ട്. ദമ്പതികൾ ഒരുമിച്ച് 1-2 ദിവസം ജീവിക്കുകയും അവർക്ക് വേണ്ട ക്ലാസ്സുകൾ എടുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഒരു 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 എങ്ങനെയാണ് നല്ല വിവാഹം കൂടുതൽ നല്ലതാക്കാൻ സാധിക്കും. പൊളിഞ്ഞ വിവാഹങ്ങളും അതിനെ ആയിരിക്കണമെന്നില്ല. നന്നായിട്ട് പോകുന്ന ദമ്പതികൾ ഇതിൽ പങ്കെടുത്ത് കഴിയുമ്പോൾ ഇതെങ്ങനെ കൂടുതൽ നന്നാക്കാൻ സാധിക്കും എന്നുള്ള രീതികളിലൊക്കെ അവലംബിച്ചുകൊണ്ട് ഫാമിലി മിനിസ്ട്രി അതിന് ചെയ്യുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് കുർബാന നടത്തുക, അവരെ പിക്നിക്കിന് കൊണ്ടുപോവുക, ഇങ്ങനെയുള്ള ഒരു സന്തോഷാവസ്ഥ
കുട്ടികൾ ഒരു പ്രാരാബ്ധമായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ അത് പ്രാരാബ്ധമല്ല, അവരൊരു ബ്ലെസ്സിങ് ആണ്, ഒരു അനുഗ്രഹമാണ് എന്ന് മാതാപിതാക്കൾക്ക് കാണിച്ചു കൊടുക്കുന്ന രീതിയിലുള്ള പ്രോഗ്രാംസ്, ഇതെല്ലാം ഇങ്ങനെ പല രീതിയിലുള്ള പ്രോഗ്രാംസ് ഈ ഫാമിലി മിനിസ്ട്രിയിലൂടെ നടത്തുന്നുണ്ട്. അത് വല്ലപ്പോഴും സംഭവിക്കുന്ന കാര്യമില്ല, തുടർച്ചയായിട്ട് എല്ലാ ആഴ്ചയിലും നടക്കുന്ന ഒരു മിനിസ്ട്രിയാണ് ഫാമിലി മിനിസ്ട്രി. ഇത്രയും സമയം നമ്മുടെ പ്രിയപ്പെട്ട ലെനി അച്ഛനെ ദുബായ് സെൻറ്റ് മേരീസ് ചർച്ചിൽ ദൈവം നടത്തുന്ന വഴികളെക്കുറിച്ച് നമ്മൾ കേൾക്കുകയായിരുന്നു. അടുത്ത ആഴ്ച അച്ഛനോടൊപ്പം നമുക്ക് ഇനിയും കാണാം പ്രാർത്ഥനയോടെ. കുരിശ് രക്ഷയുടെ അടയാളമാണ്. സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും മഹത്തായ അനുഭവം. ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ. ഏവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു. പ്രാർത്ഥനയിൽ നമുക്ക് പരസ്പരം ഓർമ്മിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. eldroyvision.uae@gmail.com. വിശ്വസ്നേഹത്തിൻ്റെ അമൃതം